എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എൻഡോമെട്രിയം എന്താണെന്ന് അറിയുന്നത്. നമ്മുടെ യൂട്രസിനകത്തുള്ള ലൈനിങ്, യൂട്രസ് അഥവാ ടിഷ്യൂ, അതിനാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ ടിഷ്യൂ സാധാരണഗതിയിൽ യൂട്രസിനകത്ത് മാത്രമേ കാണുള്ളൂ. അത് വേറെ എവിടെയെങ്കിലും വളർന്നാൽ അതിൻ്റെ പേരാണ് എൻഡോമെട്രിയോസിസ്. അപ്പോൾ ഈ എൻഡോമെട്രിയോസിസ് ഫംഗ്ഷൻ നമ്മൾ എംബ്രിയോ വരുമ്പോൾ അതിനെ റിസീവ് ചെയ്യുക, അതിനെ ഇംപ്ലാന്റ് ചെയ്യുക, അതിനെ വളർത്തുക, അതാണ് എൻഡോമെട്രിയോസിൻ്റെ ജോലി. അത് എല്ലാ മാസവും ഷെഡ് ചെയ്യും. അതിനാണ് നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്, പീരിയഡ്സ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് വളരുന്നത് ഓവറിയിലാണ്. അവിടെ അത് എൻഡോമെട്രിയോസിസ് വന്ന് റിപ്പീറ്റഡ് വന്നു കഴിയുമ്പോൾ അത് എൻഡോമെട്രിയോസിസ് സിസ്റ്റായിട്ട് മാറും. അതിനാണ് എൻഡോമെട്രിയോമ എന്ന് പറയും, അല്ലെങ്കിൽ ചോക്ലേസിസ് എന്ന് പറയും. യൂട്രസ് തന്നെ വന്ന് അതിന് അഡിനോമയം എന്ന് പറയും. അത് എവിടെ വേണോ വളരാം. കോമൺ ആയിട്ട് ഈ സ്ഥലങ്ങളിലാണ് വരുന്നത്. അത് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് പെയിൻ, രണ്ട് ഫെർട്ടിലിറ്റി. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അത് വന്ധ്യത ഒരു പ്രധാന കാരണമാണ്. അത് ചികിത്സിക്കുന്ന 3 രീതിയാണ്. ഒന്ന് നമ്മൾ മെഡിസിൻസ് കൊണ്ടൊക്കെ ചികിത്സിക്കാം, ഡിനോജസ്റ്റ് അങ്ങനത്തെ മരുന്നുകളൊക്കെ കൊണ്ട് ചികിത്സിക്കാം. പിന്നെ അതിലും ശരിയായില്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്ത് നമ്മൾ എൻഡോമെട്രിയം ഡെപ്പോസിറ്റ്സ് ഒക്കെ ഒന്ന് കോഗുലേറ്റ് ചെയ്തിട്ട് സിസ്റ്റ് ഉണ്ടെങ്കിൽ സിസ്റ്റെക്ടമി ചെയ്ത് അത് ചികിത്സിക്കാം. അതിലും ശരിയായില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് IVF ഫിക്സിങ്. ഇതാണ് എൻഡോമെട്രിയോസിൻ്റെ ചികിത്സാ രീതികൾ.